Hi everyone, welcome back to my channel. So നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് ആണ്. +1 zoologyയിലെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. Locomotion, movement of the whole body from one place to another. Movement, moving a part of the body. സോ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് കമ്പയർ ചെയ്താൽ ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ ഹോൾ ബോഡി ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്താൽ അത് ലോക്കോമോഷനാണ്. ബട്ട് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മൂവിങ് എ പാർട്ട് ഓഫ് ബോഡി. നമ്മൾ ഹാൻഡ് മൂവ് ചെയ്താൽ അത് ഹാൻഡ് മൂവ്മെൻ്റ് ആണ്, ലോക്കോമോഷൻ അല്ല. ആൻഡ് വി ക്യാൻ സേ ഓൾ ലോക്കോമോഷൻസ് ആർ മൂവ്മെൻറ്റ്സ് ബട്ട് ഓൾ മൂവ്മെൻറ്റ്സ് ആർ നോട്ട് ലോക്കോമോഷൻസ്. എല്ലാ ലോക്കോമോഷൻസും മൂവ്മെൻറ്റ്സ് ആണ്, പക്ഷേ എല്ലാ മൂവ്മെൻറ്റ്സും ലോക്കോമോഷൻ അല്ല. മനസ്സിലായില്ലേ? അതായത് ഹാൻഡ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് മൂവ്മെൻ്റ് ആണ്, പക്ഷേ ലോക്കോമോഷൻ അല്ല. നമ്മൾ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്താൽ അത് ലോക്കോമോഷനും ആണ് മൂവ്മെൻറ്റും ആണ്. ദാറ്റ് ഈസ് ഓൾ ലോക്കോമോഷൻസ് ആർ മൂവ്മെൻറ്റ് ബട്ട് ഓൾ മൂവ്മെൻറ്റ്സ് ആർ നോട്ട് ലോക്കോമോഷൻ. ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്. ദർ ആർ 3 types of movement in our body. നമ്മുടെ ബോഡിയിൽ 3 ടൈപ്പ് മൂവ്മെൻറ്റ്സ് കാണാം. They are amoeboid movement, ciliary movement and muscular movement. And first one, amoeboid movement, movement with the help of pseudopodia. Pseudopodia സഹായത്തോടു കൂടി നടക്കുന്ന മൂവ്മെൻ്റ് ആണ് അമീബോയിഡ് മൂവ്മെൻറ്റ്. അമീബ മൂവ് ചെയ്യുന്ന പോലെയൊക്കെ. എക്സാമ്പിൾ, മൂവ്മെൻറ്റ് ഓഫ് മാക്രോഫേജസ്, ല്യൂക്കോസൈഡ്സ് എക്സെട്ര ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിക്കകത്ത് മാക്രോഫേജസും ല്യൂക്കോസൈഡ്സും ഒക്കെ മൂവ് ചെയ്യുന്നത് അമീബോയിഡ് മൂവ്മെൻ്റ് ആണ്. മാക്രോഫേജസ്, ല്യൂക്കോസൈഡ്സ് ദാറ്റ് ഈസ് WBC, ഇതൊക്കെ ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സെൽസ് ആണ്. സെക്കൻഡ് ടൈപ്പ് ഈസ് സീലിയറി മൂവ്മെൻറ്റ്, മൂവ്മെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സീലിയ. സീലിയ മീൻസ് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ്. സീലിയൻ്റെ സഹായത്തോടു കൂടി നടക്കുന്ന മൂവ്മെൻ്റ് ആണ് സീലിയറി മൂവ്മെൻറ്റ്. എക്സാമ്പിൾ, മൂവ്മെൻറ്റ് ഓഫ് സീലിയ ഇൻ ട്രക്കിയ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് എക്സെട്ര. നമ്മുടെ ട്രക്കിയക്കകത്തും ഫീമെയിലിൻ്റെ കേസിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൻ്റെ അകത്തും സീലിയ കാണാം. ആൻഡ് തേർഡ് ടൈപ്പ് മസ്കുലാർ മൂവ്മെൻറ്റ്, മൂവ്മെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മസിൽസ്. മസിൽസിൻ്റെ സഹായത്തോട് കൂടിയുള്ള മൂവ്മെൻ്റ് ആണ് മസ്കുലാർ മൂവ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, മൂവ്മെൻറ്റ് ഓഫ് ലിംസ്, ജോസ്, ടങ് എക്സെട്ര. നമ്മുടെ ബോഡിയിലുള്ള ഓരോ പാർട്സും മൂവ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മസിൽസ് ആണ്. സോ വാട്ട് ഈസ് ദ ചാപ്റ്റർ ഹെഡിങ്? ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത് മസിൽസ് ആണ്. ഇറ്റ് ഹാസ് മീസോഡേർമൽ ഒറിജിൻ. മീസോഡേർമിൽ നിന്നാണ് മസിൽസ് ഫോം ചെയ്യുന്നത്. About 40 to 45% ഓഫ് ബോഡി വെയ്റ്റ് ഓഫ് എ ഹ്യൂമൻ ഈസ് മസിൽ. ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ബോഡി വെയ്റ്റിൻ്റെ 40 to 45% മസിൽസ് ആണ്. ആൻഡ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസിൽസ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ. ലെറ്റ് us see which are they. ഫസ്റ്റ് വൺ, സ്കെലറ്റൽ മസിൽ, സീൻ വിത്ത് സ്കെലട്ടൺ. സ്കെലട്ടൻ്റെ കൂടെ കാണുന്ന മസിലാണ് സ്കെലറ്റൽ മസിൽ. ഇറ്റ് ഹാസ് സ്ട്രൈപ്പ്ഡ് അപ്പിയറൻസ് ഓർ സ്ട്രൈറ്റഡ് മസിൽസ് എന്ന് പറയും. മസിൽസിൽ സ്ട്രയേഷൻസ് കാണാം, അതുകൊണ്ട് സ്ട്രൈറ്റഡ് മസിൽസ് എന്നാണ് പറയുക. വോളണ്ടറി മസിൽസ് ആണ്. സ്കെലറ്റൽ മസിൽസ് ആർ വോളണ്ടറി മസിൽസ്. ദാറ്റ് മീൻസ് വി ക്യാൻ മൂവ് അക്കോർഡിംഗ് ടു അവർ വിൽ. നമുക്ക് വിചാരിച്ചാൽ മൂവ് ചെയ്യാൻ പറ്റുന്ന മസിൽസ് ആണ് വോളണ്ടറി മസിൽസ്. ഇൻവോൾവ്ഡ് ഇൻ ലോക്കോമോട്ടറി ആക്ഷൻ ആൻഡ് ചേഞ്ച് ഓഫ് ബോഡി പോസ്റ്റർ. എന്തിനൊക്കെ സഹായിക്കുന്നു? ലോക്കോമോഷന് സഹായിക്കുന്നു, നമ്മുടെ ബോഡി പോസ്റ്റർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ, എണീക്കാൻ വേണ്ടി, ഇരിക്കാൻ വേണ്ടിയൊക്കെ സഹായിക്കുന്ന മസിൽസ് ആണ് സ്കെലറ്റൽ മസിൽസ്. സെക്കൻഡ് ടൈപ്പ്, വിസറൽ മസിൽസ്, സീൻ ഇൻ ഇന്നർ വാൾസ് ഓഫ് എലിമെൻ്ററി കനാൽ, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് എക്സെട്ര. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എലിമെൻ്ററി കനാലിൻ്റെ അകത്തും റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൻ്റെ അകത്തും കാണുന്ന മസിൽസ് ആണ് വിസറൽ മസിൽസ്. നോൺ സ്ട്രൈറ്റഡ് മസിലാണ് ഓർ ദേ ആർ കോൾഡ് സ്മൂത്ത് മസിൽസ്. മസിൽസിന് മേലെ സ്ട്രയേഷൻസ് ഇല്ല, സോ ദേ ആർ കോൾഡ് നോൺ സ്ട്രൈറ്റഡ് ഓർ സ്മൂത്ത് മസിൽ. ഇൻവോളണ്ടറി മസിൽസ് ആണ്, നമുക്ക് വിചാരിച്ചാൽ മൂവ് ചെയ്യാൻ സാധിക്കാത്ത മസിൽസ് ആണ്, ഇൻവോളണ്ടറി മസിൽസ് ആണ്. ഇൻവോൾവ്ഡ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് ത്രൂ ദ ഡൈജസ്റ്റീവ് ട്രാക്ട് ആൻഡ് ദ ഗാമറ്റ്സ് ത്രൂ ദ ജെനിറ്റൽ ട്രാക്ട്. എന്താണ് ഈ മസിൽസിൻ്റെ ഫങ്ഷൻ? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ കൂടെ ഫുഡ് മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ കൂടെ ഗാമീറ്റ്സ് മീൻസ് സ്പെർം ആൻഡ് ഓവർ മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ആൻഡ് തേർഡ് ടൈപ്പ് ഈസ് കാർഡിയാക് മസിൽസ്, മസിൽസ് ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിൽ കാണുന്ന മസിൽസ് ആണ് കാർഡിയാക് മസിൽസ്. സ്ട്രൈറ്റഡ് ആണ്, സ്ട്രയേഷൻസ് കാണാം. ബ്രാഞ്ചഡ് ആണ്, ബ്രാഞ്ചസ് കാണാം. ആൻഡ് ഇൻവോളണ്ടറി മസിൽസ് ആണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത മസിൽസ് ആണ്. ഓക്കെ, സോ ദർ ആർ 3 types of muscles. They are striated muscle, non-striated muscle or visceral muscle and cardiac muscle, which helps in movement and locomotion. ഇനി നമുക്ക് മസിലിൻ്റെ സ്ട്രക്ചർ ഒന്ന് അനലൈസ് ചെയ്യാം. എന്തൊക്കെയാണ് മസിലിൽ കാണുന്ന ഡിഫറെൻറ്റ് പാർട്സ്? ഓക്കെ,
സോ ദിസ് ഈസ് എ സെക്ഷൻ ഓഫ് എ മസിൽ. ഒരു മസിലിൻ്റെ സെക്ഷനാണിത്. ഇതിൽ ഒരുപാട് മസിൽ ബണ്ടിൽസ് ഓർ ഫാസിക്കിൾസ് കാണാം. ദാറ്റ് മീൻസ് യു ക്യാൻ സീ ഹിയർ ദാറ്റ് ഈസ് കോൾഡ് മസിൽ ബണ്ടിൽ ഓർ ഫാസിക്കിൾ. സോ ഒരു മസിലിനകത്ത് ഒരുപാട് മസിൽ ബണ്ടിൽസ് കാണാം. ഈ മസിൽ ബണ്ടിൽസിനകത്ത് ഒരുപാട് മസിൽ ഫൈബേഴ്സ് കാണാം. ഓക്കെ, യു ക്യാൻ സീ ഹിയർ ഓരോ മസിൽ ബണ്ടിലിനകത്തും ഒരുപാട് മസിൽ ഫൈബർ ഓർ മസിൽ സെൽസ് കാണാം. ഇവിടെ പുറമേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്നത് മസിൽ ഫൈബർ ഓർ മസിൽ സെല്ലാണ്. മസിൽ ഫൈബറിൻ്റെ പുറമെ കാണുന്ന കവറിംഗ് ആണ് സാർക്കോലെമ ആൻഡ് ബ്ലഡ് കാപ്പിലറീസ് കൂടി കാണാം. നെക്സ്റ്റ്, ഈ മസിൽ ഫൈബറിനകത്ത് മയോഫിലമെൻറ്റ്സ് ഓർ മയോഫൈബ്രിൽസ് കാണാം. വാട്ട് ഈസ് ദാറ്റ്? മയോഫിലമെൻറ്റ്സ് ഓർ മയോഫൈബ്രിൽ. അതിനകത്താണ് മസിൽ പ്രോട്ടീൻസ് കാണുന്നത്. ദാറ്റ് ഈസ് ആക്റ്റിൻ ആൻഡ് മയോസിൻ. ഇതാണ് ഒരു മസിലിൻ്റെ അറേഞ്ച്മെൻറ്റ്. Structure of skeletal muscle. Skeletal muscle contain muscle bundle or fascicle. Muscle bundle contain muscle fibers. Muscle fibers contain myofilaments or myofibrils. Myofilaments contain actin and myosin. So musclesനകത്ത് മസിൽ ബണ്ടിൽസ് കാണാം. മസിൽ ബണ്ടിൽസ് ഓർ ഫാസിക്കിൾസ് ഫോം ചെയ്തിട്ടുള്ളത് മസിൽ ഫൈബേഴ്സ് കൊണ്ടാണ്. മസിൽ ഫൈബേഴ്സ് ഫോം ചെയ്തിട്ടുള്ളത് മയോഫിലമെൻറ്റ്സ് ഓർ മയോഫൈബ്രിൽസ് കൊണ്ടാണ്. ആൻഡ് ഇൻസൈഡ് വി ക്യാൻ സി ആക്റ്റിൻ ആൻഡ് മയോസിൻ. സോ മസിൽ കോൺട്രാക്ഷന് സഹായിക്കുന്ന പ്രോട്ടീൻസ് ആണ് ആക്റ്റിൻ ആൻഡ് മയോസിൻ. സ്ട്രക്ചർ ഓഫ് മസിൽ ഫൈബർ. ഒരു മസിൽ ഫൈബറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ലൈൻഡ് ബൈ സാർക്കോലെമ. മസിൽ ഫൈബറിനെ ലൈൻ ചെയ്ത് കവർ ചെയ്ത് കാണുന്ന ലെയറാണ് സാർക്കോലെമ. ആൻഡ് ഇറ്റ് ഈസ് സിൻസീഷ്യം. ഇറ്റ് കണ്ടെയ്ൻസ് മെനി ന്യൂക്ലിയൈ. മസിൽ ഫൈബർ എന്ന് പറയുന്നത് സിൻസീഷ്യമാണ്. സിൻസീഷ്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ന്യൂക്ലിയസ് കാണാം. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം അയോൺസ്. മസിൽ ഫൈബറിനകത്ത് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് പ്രസൻറ്റ്. ഈ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? കാൽഷ്യം അയോൺസിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. സാർക്കോപ്ലാസം കണ്ടെയ്ൻ മയോഫിലമെൻറ്റ്സ് ഓർ മയോഫൈബ്രിൽസ്. മസിൽ ഫൈബറിൻ്റെ സൈറ്റോപ്ലാസമാണ് സാർക്കോപ്ലാസം. ഈ സാർക്കോപ്ലാസത്തിനകത്താണ് മയോഫിലമെൻറ്റ്സ് ഓർ മയോഫൈബ്രിൽസ്. ഈച്ച് മയോഫിലമെൻ്റ് ഓർ മയോഫൈബ്രിൽ ഹാസ് ഡാർക്ക് ബാൻഡ് ആൻഡ് ലൈറ്റ് ബാൻഡ്. ഇതിൽ മയോഫിലമെൻറ്റ്സിൽ ഡാർക്ക് ബാൻഡും കാണാം, ലൈറ്റ് ബാൻഡും കാണാം. ദാറ്റ് ഈസ് മസിൽ ഫൈബറിനെ കവർ ചെയ്ത് കാണുന്ന ലെയറാണ് സാർക്കോലെമ. അതിനകത്ത് ഒരുപാട് ന്യൂക്ലിയസ് കാണുന്നത് കൊണ്ട് സിൻസീഷ്യം എന്നാണ് പറയുന്നത്. മസിൽ ഫൈബറിനകത്ത് കാണുന്ന ഒരു ഓർഗനലാണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിൻ്റെ ഫംഗ്ഷൻ കാൽഷ്യം സ്റ്റോർ ചെയ്യാന്നുള്ളതാണ്. മസിൽ ഫൈബറിൻ്റെ സൈറ്റോപ്ലാസത്തിനെയാണ് സാർക്കോപ്ലാസം എന്ന് പറയുക. ആൻഡ് സാർക്കോപ്ലാസത്തിനകത്താണ് മയോഫൈബ്രിൽസ് ഓർ മയോഫിലമെൻറ്റ്സ്. മയോഫൈബ്രിൽ ഹാസ് ഡാർക്ക് ബാൻഡ്, ഡാർക്ക് ഏരിയയും ലൈറ്റ് ബാൻഡ്, ലൈറ്റ് ഏരിയയും ഉണ്ട്. അതായത് ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഡാർക്ക് ആൻഡ് ലൈറ്റ് കളേർഡ് ഏരിയാസ് കാണാം. ആൻഡ് ദിസ് ഈസ് ദ ഡാർക്ക് ബാൻഡ് ആൻഡ് ദിസ് ഈസ് ദ ലൈറ്റ് ബാൻഡ്. ഡാർക്ക് ബാൻഡ്, ലൈറ്റ് ബാൻഡ്, ഡാർക്ക് ബാൻഡ് ഇങ്ങനെ ആൾട്ടർനേറ്റീവായി കാണാം. ആൻഡ് ഇവിടെ ലൈറ്റ് ബാൻഡിൻ്റെ മിഡിലായി ഒരു ലൈന് കാണാം. ആൻഡ് ഡാർക്ക് ബാൻഡിൻ്റെ മിഡിലായി ഒരു ലൈറ്റർ ഏരിയ കൂടി കാണാം അല്ലേ. ആൻഡ് എഗെയിൻ ലൈറ്റ് ബാൻഡിൻ്റെ നടുവിലായി ഒരു ലൈന് കാണാം. എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാം. ഇതാണ് അതിൻ്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ. സോ ഇത് നോക്കിയാൽ എങ്ങനെയാണ് ഡാർക്ക് ആൻഡ് ലൈറ്റ് റീജിയൻസ് ഫോം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ ദിസ് ഈസ് ദ ഡാർക്ക് റീജിയൻ, ഇസിൻറ്റ് ഇറ്റ്? ഇതാണ് ഡാർക്ക് ഏരിയ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എ ബാൻഡ് ഓർ അനൈസോട്രോപിക് ബാൻഡ്. ഇതാണ് എ ബാൻഡ് ഓർ അനൈസോട്രോപിക് ബാൻഡ്. ഡാർക്ക് ബാൻഡ് ഓർ ഡാർക്ക് റീജിയൻ ഈസ് കോൾഡ് എ ബാൻഡ് ഓർ അനൈസോട്രോപിക് ബാൻഡ്. ആൻഡ് ലൈറ്റ് റീജിയൻ, ലൈറ്റ് ആയി കാണുന്ന ഭാഗം ഐ ബാൻഡാണ്, ഐസോട്രോപിക് ബാൻഡ്. ഐ ബാൻഡ് ഓർ ഐസോട്രോപിക് ബാൻഡ്. ആൻഡ് ദിസ് ഈസ് ആക്റ്റിൻ. ഇതാണ് മയോസിൻ പ്രോട്ടീൻ. സോ എ ബാൻഡിൽ ആക്റ്റിൻ ആൻഡ് മയോസിൻ രണ്ടും പ്രസൻ്റ് ആണ്. രണ്ട് പ്രോട്ടീൻസും പ്രസൻ്റ് ആണ്. എ ബാൻഡ് ഹാസ് ആക്റ്റിൻ ആൻഡ് മയോസിൻ. ബട്ട് ഐ ബാൻഡിൽ കാണുന്നത് ആക്റ്റിൻ മാത്രമാണ് അല്ലേ. മയോസിൻ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. സോ ഐ ബാൻഡ് ഹാസ് ആക്റ്റിൻ ഓൺലി. എ ബാൻഡിൻ്റെ മിഡിലായി ഒരു സോൺ ഉണ്ട്, കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു സോൺ, ദാറ്റ് ഈസ് എച്ച് സോൺ. എച്ച് സോണിൽ കാണുന്നത് മയോസിൻ മാത്രമാണ്, ആക്റ്റിന് കാണുന്നില്ലല്ലോ. മയോസിൻ മാത്രമാണ് എച്ച് സോണിൽ കാണുന്ന പ്രോട്ടീൻ. ഈ എച്ച് സോണിൻ്റെ മിഡിലായി ഒരു ലൈന് കൂടി കാണാം ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എം ലൈൻ. എച്ച് സോണിൻ്റെ മിഡിലായി കാണുന്ന ലൈനാണ് എം ലൈൻ. ഐ ബാൻഡിൽ കാണുന്ന ലൈനാണ് സെഡ് ലൈൻ. ഓക്കെ, ഐ ബാൻഡിൻ്റെ മിഡിലായി കാണുന്ന ലൈനാണ് സെഡ് ലൈൻ. യു ക്യാൻ സീ ഹിയർ ഓൾസോ സെഡ് ലൈൻ. സോ രണ്ട് സെഡ് ലൈൻസിൻ്റെയും ഇടയിൽ കാണുന്ന സ്പേസ് ആണ് സാർക്കോമിയർ. ഇറ്റ് ഈസ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് മസിൽ സീൻ ബിറ്റ്വീൻ ടു സെഡ് ലൈൻസ്.
ദാറ്റ് ഈസ് മയോഫിലമെൻറ്റ്സ് ഓർ മയോഫൈബ്രിൽസിൽ ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ് കാണാം. ഡാർക്ക് ബാൻഡ് എ ബാൻഡ് ഓർ അനൈസോട്രോപിക് ബാൻഡ്. ആക്റ്റിൻ ആൻഡ് മയോസിന് കാണുന്ന ഭാഗമാണ് എ ബാൻഡ്, ഡാർക്ക് ബാൻഡ്. എച്ച് സോൺ അറ്റ് ദ സെൻറ്റർ. എച്ച് സോൺ ഹാസ് മയോസിൻ ഓൺലി. എം ലൈൻ അറ്റ് ദ സെൻറ്റർ ഓഫ് എച്ച് സോൺ. ലൈറ്റ് ബാൻഡ് ഐ ബാൻഡ് ഓർ ഐസോട്രോപിക് ബാൻഡ്. ആക്റ്റിന് മാത്രമാണ് കാണുന്നത്. അതിൻ്റെ മിഡിലായി കാണുന്ന ലൈനാണ് സെഡ് ലൈൻ. സാർക്കോമിയർ മീൻസ് ദ ഏരിയ ബിറ്റ്വീൻ ടു സെഡ് ലൈൻസ്. ഇറ്റ് ഈസ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് മസിൽ. മസിൽ കോൺട്രാക്ഷന് സഹായിക്കുന്ന രണ്ട് പ്രോട്ടീൻസ് ആണ് ആക്റ്റിൻ ആൻഡ് മയോസിൻ. നമുക്കിതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇതാണ് ഫസ്റ്റ് വൺ, ആക്റ്റിൻ ഓർ തിൻ ഫിലമെൻ്റ് എന്നാണ് പറയുക. ഇവിടെ കാണുന്ന ഈ ഗ്രീൻ കളറിൽ കാണുന്ന സ്ട്രക്ചറാണ് എഫ് ആക്റ്റിൻ ഓർ ഫിലമെൻറ്റസ് ആക്റ്റിൻ. ഫിലമെൻറ്റസ് ആക്റ്റിൻ്റെ മേലെ പാരലായി റൺ ചെയ്യുന്ന സ്ട്രക്ചറാണ് ട്രോപ്പോമയോസിൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ട്രോപ്പോമയോസിൻ. ഈ ട്രോപ്പോമയോസിൻ്റെ മേലെ കാണുന്ന പ്രോട്ടീനാണ് ട്രോപ്പോണിൻ. So these are the parts of actin or thin filament. And next one myosin or thick filament. And ഇതിൽ രണ്ട് ഭാഗങ്ങളുണ്ട്, head and tail region. Head and tail region and there is a cross arm. ഈ ഭാഗമാണ് cross arm. And head is called heavy meromyosin and tail is called light meromyosin. ഹെഡിൽ കാണുന്ന രണ്ട് ബൈൻഡിങ് സൈറ്റ്സ് ആണ് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ്, ആക്റ്റിന് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റും ATP ബൈൻഡിങ് സൈറ്റ്, ATPക്ക് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റും. സോ ദി സ്ട്രക്ചർ ഓഫ് മസിൽ പ്രോട്ടീൻസ്. ഫസ്റ്റ് വൺ, സ്ട്രക്ചർ ഓഫ് ആക്റ്റിൻ മെയ്ഡ് ഓഫ് 2 F ആക്റ്റിൻസ് ഓർ ഫിലമെൻറ്റസ് ആക്റ്റിൻ. ആക്റ്റിൻ ഫോം ചെയ്തിട്ടുള്ളത് 2 F ആക്റ്റിൻസ് കൊണ്ടാണ്. എഫ് ആക്റ്റിൻ എന്ന് പറയുന്ന ഇറ്റ് ഈസ് ദ പോളിമർ ഓഫ് G ആക്റ്റിൻ ഓർ ഗ്ലോബുലർ ആക്റ്റിൻ. G ആക്റ്റിൻ്റെ പോളിമറാണ് F ആക്റ്റിൻ. 2 ഫിലമെൻറ്റ്സ് ഓഫ് ട്രോപ്പോമയോസിൻ വൗണ്ട് അറൗണ്ട് ഇറ്റ്. എഫ് ആക്റ്റിൻ്റെ മേലെ ട്രോപ്പോമയോസിൻ്റെ 2 ഫിലമെൻറ്റ്സ് കാണാം. ആൻഡ് ട്രോപ്പോണിൻ ഈസ് സീൻ ഓൺ ട്രോപ്പോമയോസിൻ. ട്രോപ്പോമയോസിൻ്റെ മേലെ ട്രോപ്പോണിൻ കാണാം. ആൻഡ് നെക്സ്റ്റ് വൺ, സ്ട്രക്ചർ ഓഫ് മയോസിൻ. ഇറ്റ് ഹാസ് 2 പാർട്സ്. ഏതൊക്കെയാണ്? ഹെഡ് ആൻഡ് ടെയിൽ. ഹെഡ് ഈസ് ഫോമഡ് ബൈ ഹെവി മിറോമയോസിൻ. ടെയിൽ ഈസ് ഫോമഡ് ബൈ ലൈറ്റ് മിറോമയോസിൻ. ദാറ്റ് ഈസ് HMM ആൻഡ് LMM. ഹെഡ് ഹാസ് 2 ബൈൻഡിങ് സൈറ്റ്സ്. ഏതൊക്കെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ്? ATP ആൻഡ് ആക്റ്റിൻ. ATPക്ക് ബൈൻഡ് ചെയ്യാനും അതേപോലെ ആക്റ്റിന് ബൈൻഡ് ചെയ്യാനും വേണ്ടിയാണ് ബൈൻഡിങ് സൈറ്റ്. നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി ഓർ മസിൽ കോൺട്രാക്ഷൻ തിയറി. മസിൽ കോൺട്രാക്ഷൻ തിയറീൻ്റെ പേരാണ് സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. ഓർമ്മ വേണം, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മസിൽ കോൺട്രാക്ഷൻ്റെ തിയറിയാണ് സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. മസിൽ കോൺട്രാക്ഷന് സഹായിക്കുന്ന പ്രോട്ടീൻസ് ആണ് ആക്റ്റിൻ ആൻഡ് മയോസിൻ. ഓക്കെ, നൗ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സിഗ്നൽ ഫ്രം ദ ബ്രെയിൻ റീച്ചസ് ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ. ബ്രെയിനിൽ നിന്നും ന്യൂറോമസ്കുലാർ ജംഗ്ഷനിലേക്ക് സിഗ്നൽ എത്തും. ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ എന്ന് പറയുന്നത് ന്യൂറോൺസിൻ്റെയും മസിൽസിൻ്റെ ഇടയിൽ കാണുന്ന ജംഗ്ഷനാണ്, സ്പേസ് ആണ്. ഓക്കെ, സോ ബ്രെയിൻ സിഗ്നൽ പാസ് ചെയ്തു, ന്യൂറോൺസ് വഴി മസിൽസിലേക്ക് സിഗ്നൽസ് എത്തി. ആഫ്റ്റർ ദാറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഓർ അസറ്റൈൽ കൊളൈൻ ഈസ് റിലീസ്ഡ്. ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യും. അസറ്റൈൽ കൊളൈൻ ന്യൂറോ ട്രാൻസ്മിറ്ററിനൊരു എക്സാമ്പിളാണ്. അത് കാരണം ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ഫോമഡ് ഇൻ സാർക്കോലെമ. സാർക്കോലെമ എന്ന് പറയുന്ന മസിൽ ഫൈബറിൽ കാണുന്ന ലെയറാണ്. അവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഫോം ചെയ്യും. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും, പക്ഷേ ഇവിടെ സിമ്പിളായി പറയുകയാണെങ്കിൽ മെസ്സേജ് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ദാറ്റ് മീൻസ് നെർവ്സ് മസിൽസിലേക്ക് മെസ്സേജ് പാസ് ചെയ്തു. എന്ത് മെസ്സേജ് ആയിരിക്കും? മസിൽസ് കോൺട്രാക്ട് ചെയ്യണം എന്നുള്ള മെസ്സേജാണ്. കാൽഷ്യം റിലീസ്ഡ് ഫ്രം സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം. സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ നിന്നും കാൽഷ്യം റിലീസ് ചെയ്യും. കാൽഷ്യം ബൈൻഡ് ടു ട്രോപ്പോണിൻ ഓഫ് ആക്റ്റിൻ. കാൽഷ്യം ആക്റ്റിൻ്റെ ട്രോപ്പോണിൽ പോയി ബൈൻഡ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ് ദെയർ? ആക്റ്റീവ് സൈറ്റ് ഓഫ് ആക്റ്റിൻ ഓപ്പൺസ്. ആക്റ്റിൻ്റെ ആക്റ്റീവ് സൈറ്റ് ഓപ്പൺ ചെയ്യും. ആക്റ്റീവ് സൈറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രമേ മയോസിന് വന്ന് അവിടെ ബൈൻഡ് ചെയ്യാൻ സാധിക്കൂ. സോ മയോസിൻ ബൈൻഡ് ടു ആക്റ്റിൻ യൂസിങ് എനർജി ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ക്രോസ് ബ്രിഡ്ജ്. സോ മയോസിൻ പോയി എവിടെ ബൈൻഡ് ചെയ്യും? ആക്റ്റിനിൽ ബൈൻഡ് ചെയ്യും. അതിനെയാണ് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ എന്ന് പറയാം. നെക്സ്റ്റ്, മയോസിൻ പുൾസ് ആക്റ്റിൻ ടുവാർഡ്സ് ദ സെൻറ്റർ ഓഫ് എ ബാൻഡ്. മയോസിൻ ആക്റ്റിനിൽ പോയി ബൈൻഡ് ചെയ്തു, എന്നിട്ട് ആക്റ്റിനെ എ ബാൻഡിൻ്റെ സെൻറ്ററിലേക്ക് പുൾ ചെയ്യും. അത് കാരണം സെഡ് ലൈൻസിൻ്റെ സൈസ് കുറയും. സെഡ് ലൈൻ മൂവ്സ് ഇൻവേർഡ്. സാർക്കോമിയർ കോൺട്രാക്ട് ചെയ്യും, സാർക്കോമിയർ ചുരുങ്ങും. ദാറ്റ് ഈസ് മസിൽ കോൺട്രാക്ട്. ദാറ്റ് ഈസ് മസിൽസിനകത്ത് കാണുന്ന പ്രോട്ടീൻസ് ആണ് ആക്റ്റിൻ ആൻഡ് മയോസിൻ. മസിൽ കോൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് ആക്റ്റിൻ തമ്മിൽ അടുത്തടുത്ത് വരും. ഇത് 2 ആക്റ്റിൻ തമ്മിൽ അടുത്തടുത്ത് വരും. അതായത് മയോസിൻ പുൾ ചെയ്ത് എ ബാൻഡിൻ്റെ മിഡിലേക്ക് കൊണ്ടുവരും.
സോ എഡ്ജ് സോൺ ഇല്ലാണ്ടാകും, ഐ ബാൻഡിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യും, 2 സെഡ് ലൈൻസ് തമ്മിൽ അടുത്തടുത്ത് വരും. സോ സാർക്കോമിയറിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യും. ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ എങ്ങനെയാണെന്നാണ് ഈ ഡയഗ്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ എങ്ങനെയാണെന്നൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഹിയർ യു ക്യാൻ സേ ഇതാണ് ആക്റ്റിൻ, ഇതാണ് മയോസിൻ അല്ലേ. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ, ATP ഹൈഡ്രോലൈസ് ചെയ്ത് ADP ആൻഡ് P ഫോം ചെയ്യും. ഓക്കെ, മയോസിനിൽ വെച്ച് ATP ഹൈഡ്രോലൈസ് ചെയ്ത് ADP ആൻഡ് P ഫോം ചെയ്യും. സെക്കൻഡ് ഫോർമേഷൻ ഓഫ് ക്രോസ് ബ്രിഡ്ജ് ആണ്. മയോസിൻ ഹെഡ് പോയി എവിടെ ബൈൻഡ് ചെയ്യും, ആക്റ്റിനിൽ ബൈൻഡ് ചെയ്യും. ADP ആൻഡ് P ഉപയോഗിച്ച് ആക്റ്റിനിൽ ബൈൻഡ് ചെയ്യും, ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. ആൻഡ് നെക്സ്റ്റ് എന്താണ്, മയോസിൻ ഹെഡ് ആക്റ്റിനെ A ബാൻഡിൻ്റെ മിഡിലേക്ക് പുൾ ചെയ്യും ബൈ റിലീസിങ് ADP ആൻഡ് P. നെക്സ്റ്റ് ബ്രേക്കിംഗ് ഓഫ് ക്രോസ് ബ്രിഡ്ജ്, പുതിയൊരു ATP വന്ന് മയോസിനിൽ ബൈൻഡ് ചെയ്യും, ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ചെയ്യും. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. യു ക്യാൻ സീ ദ സ്റ്റെപ്സ് ഹിയർ. ATP hydrolyzed to ADP and P in myosin. Myosin head forms a cross bridge with actin using ADP and P. Myosin head pulls actin towards the center of A band. ADP and P released. New ATP bind to myosin head. Cross bridge breaks and the process repeats. Observe these figures. First one relaxed muscle ആണ്. You can see edge zone, clear eye band. ഇതൊക്കെ ക്ലിയർ ആയി കാണാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് മസിൽ കോൺട്രാക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ വാട്ട് ഹാപ്പൻസ്, എഡ്ജ് സോണ് ചെറുതായിക്കൊണ്ട് വരുന്നുണ്ട്, ഐ ബാൻഡ് ചെറുതായിക്കൊണ്ട് വരുന്നുണ്ട്. മാക്സിമലി കോൺട്രാക്റ്റഡ് മസിൽ കംപ്ലീറ്റ് ആയി കോൺട്രാക്ട് ചെയ്താൽ എഡ്ജ് സോൺ ഡിസപ്പിയർ ആയി, എഡ്ജ് സോൺ കാണാനില്ല, ഐ ബാൻഡിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്തു. ഇസ്ൻ്റ് ഇറ്റ്? സോ ദീസ് ആർ ദ ചേഞ്ചസ് ഹാപ്പനിങ് ഡ്യൂറിങ് മസിൽ കോൺട്രാക്ഷൻ. Changes happen during muscle contraction. I band reduces, sarcomere shortens, Z line come closer, actin slides over myosin. Relaxation of the muscle. Muscles എങ്ങനെയാണ് റിലാക്സ് ചെയ്യുക കോൺട്രാക്ഷൻ കഴിഞ്ഞ ശേഷം? കാൽഷ്യം അയോൺസ് ആർ പംപ്ഡ് ബാക്ക് ടു സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ട്രോപ്പോണിൻ കവർ ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ആക്റ്റിൻ. Z line മൂവ് ടു ഒറിജിനൽ പൊസിഷൻ. കാൽഷ്യം സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് തിരിച്ചു പോകും. ട്രോപ്പോണിൻ ആക്റ്റിൻ്റെ ആക്റ്റീവ് സൈറ്റ് കവർ ചെയ്യും. സോ മയോസിനെ വന്ന് ബൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. Z ലൈൻസ് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. സോ നമ്മൾ പറയും മസിൽസ് റിലാക്സ് ചെയ്തു. എഗെയിൻ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് കാൽഷ്യം ഇൻ മസിൽ കോൺട്രാക്ഷൻ? Calcium is released from sarcoplasmic reticulum. Calcium binds to troponin of actin and thus active site opens. This helps in binding of myosin to actin. കാൽഷ്യം വന്ന് ആക്റ്റിൻ്റെ ട്രോപ്പോണിനിൽ ബൈൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ആക്റ്റീവ് സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അത് കാരണമാണ് മയോസിന് പോയി ആക്റ്റിനിൽ ബൈൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. മയോസിൻ ആക്റ്റിനിൽ ബൈൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നതും മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നതും. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ റെഡ് ആൻഡ് വൈറ്റ് മസിൽ? നമ്മുടെ ബോഡിയിൽ കാണുന്ന 2 ടൈപ്പ് മസിലാണ് റെഡ് ആൻഡ് വൈറ്റ് മസിൽ. റെഡ് മസിൽ ഹാസ് മോർ മയോഗ്ലോബിൻ. റെഡ് മസിലിൽ ഒരുപാട് മയോഗ്ലോബിന് കാണാം. ആൻഡ് വൈറ്റ് മസിലിൽ ലെസ് മയോഗ്ലോബിൻ ആണ്. റെഡ് മസിൽ ഹാസ് മോർ മൈറ്റോകോൺട്രിയ. ഒരുപാട് മൈറ്റോകോൺട്രിയ കാണാം. വൈറ്റ് മസിൽ ഹാസ് ലെസ് മൈറ്റോകോൺട്രിയ. റെഡ് മസിൽ എയറോബിക് മസിലാണ്. എയറോബിക് മസിൽ മീൻസ് ഡിപ്പെൻഡിങ് ഓൺ ഓക്സിജൻ. ആൻഡ് വൈറ്റ് മസിൽ എന്ന് പറയുന്നത് എനേറോബിക് മസിലാണ്. എക്സാമ്പിൾ ഫോർ റെഡ് മസിൽ ഈസ് എക്സ്റ്റൻസർ മസിൽ ഓൺ ദ ബാക്ക്. നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്ന എക്സ്റ്റൻസർ മസിൽ ഒരു റെഡ് മസിലാണ്. ആൻഡ് എക്സാമ്പിൾ ഫോർ വൈറ്റ് മസിൽ ഈസ് മസിൽ ഓഫ് ഐബോൾ. നമ്മുടെ ഐബോളിൽ കാണുന്ന മസിൽ വൈറ്റ് മസിലാണ്. നെക്സ്റ്റ് വൺ, മസിൽ ഫാറ്റിഗ്. എന്താണ് മസിൽ ഫാറ്റിഗ്? ദാറ്റ് ഈസ് റിപ്പീറ്റഡ് ആക്ടിവേഷൻ ഓഫ് മസിൽ, ലാക്ക് ഓഫ് ഓക്സിജൻ, അനൈറോബിക് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ, ലാക്റ്റിക് ആസിഡ് അക്യുമുലേഷൻ ഇൻ മസിൽ ദാറ്റ് ലീഡ്സ് ടു മസിൽ ഫാറ്റിഗ്. നമ്മൾ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുന്ന സമയത്ത് മസിൽസ് റിപ്പീറ്റഡായി ആക്ടിവേറ്റ് ആവുന്നുണ്ട്, കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ട്. അത് കാരണം നമ്മുടെ ബോഡിക്കകത്ത് ഓക്സിജൻ്റെ എമൗണ്ട് കുറയും, ലാക്ക് ഓഫ് ഓക്സിജൻ വരും. സോ മസിൽസ് എനൈറോബിക് റെസ്പിറേഷൻ നടത്തി ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. എനൈറോബിക് റെസ്പിറേഷന് കാരണം ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യും. ഈ ലാക്റ്റിക് ആസിഡ് മസിൽസിൽ അക്യുമുലേറ്റ് ചെയ്യും. സോ നമുക്ക് ആ മസിൽ മൂവ് ചെയ്യാൻ സാധിക്കാതെ വരും. അതിനാണ് മസിൽ ഫാറ്റിഗ് എന്ന് പറയുക. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക്, സ്കെലറ്റൽ സിസ്റ്റം. സ്കെലറ്റൽ സിസ്റ്റത്തിൽ എത്ര ബോൺസ് ആണ്? 206 ബോൺസ്. ആൻഡ് ദർ ആർ 2 ടൈപ്സ് ഓഫ് സ്കെലട്ടൺ ഇൻ അവർ ബോഡി. ഏതൊക്കെയാണ്? ആക്സിയൽ സ്കെലട്ടൺ ആൻഡ് അപ്പെൻഡിക്കുലാർ സ്കെലട്ടൺ. ആക്സിയൽ സ്കെലട്ടണിൽ കാണുന്ന ബോൺസ് 80 ആണ്. അപ്പെൻഡിക്കുലാർ സ്കെലട്ടണിൽ 126. സോ ടോട്ടൽ ഹൗ മെനി ബോൺസ് ഇൻ അവർ ബോഡി? 206.
ആക്സിയൽ സ്കെലട്ടണിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സ്കൾ. സ്കളിനകത്ത് 29 ബോൺസ് ആർ ദെയർ. സോ സ്കളിൻ്റെ ഡിഫറെൻറ്റ് റീജിയൻസ് ആണ് ക്രാനിയൽ, ഫേഷ്യൽ, ഹയോയിഡ്, ഇയർ ബോൺസ്. 8 cranial bones are there, 14 facial bones, 1 hyoid and 6 ear bones. Cranial bones എന്ന് പറയുമ്പം ക്രാനിയത്തിൽ കാണുന്ന ബോൺസ്, ദാറ്റ് ഈസ് ഓക്സിപിറ്റൽ, ടെമ്പോറൽ, പെറൈറ്റൽ, ഫ്രോണ്ടൽ, ഇതൊക്കെ ക്രാനിയൽ ബോൺസ് ആണ്. ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ ഫേസിൽ കാണുന്നത്. ഹയോയിഡ് യു ക്യാൻ സീ ഇൻ ദ ഫിഗർ, ദാറ്റ് ഈസ് ഹയോയിഡ് ബോൺ. ഇയറിൻ്റെ അകത്ത് കാണുന്ന ബോൺസ് ആണ് ഇയർ ബോൺസ്, ദാറ്റ് ഈസ് മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. സോ ഓരോ ഇയറിനകത്തും 3 ബോൺസ്, സോ ടോട്ടൽ 6. സ്കൾ ബോൺസ് ആർ 29. Next one is vertebral column. How many bones are there? 26. ഏതൊക്കെയാണ്? cervical vertebra 7, thoracic vertebra 12, lumbar vertebra 5 and sacrum 1 and coccyx 1. ഇതാണ് vertebral columnത്തിൽ കാണുന്ന different bones and their number. Axial skeletal include ചെയ്യുന്ന next one ആണ് ribs. How many bones are there? 24. So രണ്ട് സൈഡിലായി 24 bones are there. 1 to 7 true ribs, 8 to 10 നമ്പർ കാണുന്നുണ്ട്. 8 to 10 false ribs ആണ്. 11 and 12 floating ribs. ഇവിടെ ഫ്രണ്ട് സൈഡിൽ കാണുന്ന സ്റ്റേർണം, otherwise called chest bone, അതും ആക്സിയൽ സ്കെലട്ടൻ്റെ ഭാഗമാണ്. ആൻഡ് നൗ ഒബ്സർവ് ദിസ് ഫിഗർ. സോ ദിസ് ഈസ് റിബ്സ് ആൻഡ് റിബ് കേജ്. ഫ്രണ്ടിൽ കാണുന്ന ഈ ബോണാണ് സ്റ്റേർണം ഓർ ചെസ്റ്റ് ബോൺ ആൻഡ് ഇതാണ് വെർട്ടിബ്രൽ കോളം. ബാക്ക് സൈഡിൽ കാണുന്നതാണ് വെർട്ടിബ്രൽ കോളം. ഇതാണ് റിബ്സ്. ഓക്കെ, ആൻഡ് 24 റിബ്സ് കാണാം. ദാറ്റ് മീൻസ് 12 into 2, രണ്ട് സൈഡിലായി 24 റിബ്സ്. അതിൽ 1 to 7 പെയർസ് ഓഫ് റിബ്സ് എന്ന് പറയുന്നത് ട്രൂ റിബ്സ് ആണ്. എന്തുകൊണ്ടാണ് ട്രൂ റിബ്സ് എന്ന് പറയുന്നത്? രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, സ്റ്റേർണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, വെർട്ടിബ്രൽ കോളായും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഫാൾസ് റിബ്സ്. 8 to 10 ആണ് ഫാൾസ് റിബ്സ്. ബാക്ക് സൈഡിൽ വെർട്ടിബ്രൽ കോളായി അറ്റാച്ച് ചെയ്ത് കാണും, പക്ഷേ ഫ്രണ്ട് സൈഡിൽ സ്റ്റേർണായി ഡയറക്റ്റായി അറ്റാച്ച് ചെയ്യില്ല. 7th റിബിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് സ്റ്റേർണത്തിനോട് അറ്റാച്ച് ചെയ്യും. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹയാലിൻ കാർട്ടിലേജ്. ആൻഡ് ഫ്ലോട്ടിംഗ് റിബ്സ് മീൻസ് നോട്ട് കണക്റ്റഡ് ടു ദ സ്റ്റേർണം. സ്റ്റേർണമായി കണക്ഷൻ ഇല്ലാത്ത റിബ്സ് ആണ് ഫ്ലോട്ടിംഗ് റിബ്സ്. ബാക്ക് സൈഡിൽ വെർട്ടിബ്രൽ കോളായി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫ്രണ്ട് സൈഡിൽ നോ കണക്ഷൻ. റിബ് കേജ് മീൻസ് വാട്ട്? തൊറാസിക് വെർട്ടിബ്ര പ്ലസ് റിബ്സ് പ്ലസ് സ്റ്റേർണം. അതിനെയാണ് റിബ് കേജ് എന്ന് പറയാം. സോ വിച്ച് ആർ ദ പാർട്സ് ഓഫ് ആക്സിയൽ സ്കെലട്ടൺ? ദാറ്റ് ഈസ് സ്കൾ ഹാവിംഗ് 29 ബോൺസ്, വെർട്ടിബ്രൽ കോളം 26 ബോൺ, സ്റ്റേർണം 1, റിബ്സ് 24. സ്കൾ ബോൺസ് ആണ് ക്രാനിയം, ക്രാനിയൽ ബോൺസ്, ഫേഷ്യൽ, ഹയോയിഡ് ആൻഡ് ഇയർ ബോൺസ്. വെർട്ടിബ്രൽ കോളം ബോൺസ് ആണ് സെർവിക്കൽ, തൊറാസിക്, ലംബാർ, സാക്രൽ ആൻഡ് കോക്കിക്സ് ആൻഡ് സ്റ്റേർണം. ആൻഡ് റിബ്സിൽ കാണുന്ന ബോൺസ് ഏതൊക്കെയാണ്? റിബ്സിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? ട്രൂ റിബ്സ്, ഫാൾസ് റിബ്സ് ആൻഡ് ഫ്ലോട്ടിംഗ് റിബ്സ്. സോ വെർട്ടിബ്രൽ കോളത്തിൽ 26 ബോൺസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ബോണിൻ്റെ പേരാണ് അറ്റ്ലസ്. സെക്കൻഡ് വൺ ആക്സിസ്. വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് ഇതുപോലെ സ്മോൾ ബോൺസ് കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. സോ അറ്റ്ലസ് മീൻസ് ഫസ്റ്റ് വെർട്ടിബ്ര, സ്കൾ റെസ്റ്റ് ഓൺ ഇറ്റ്. അറ്റ്ലസിൻ്റെ മേലെയാണ് സ്കള് കാണുക. ആൻഡ് സെക്കൻഡ് വൺ ആക്സിസ്, സെക്കൻഡ് വെർട്ടിബ്ര, സ്കൾ ആൻഡ് അറ്റ്ലസ് ടുഗെദർ റൊട്ടേറ്റ് ഓൺ ഇറ്റ്. സ്കളും അറ്റ്ലസും ഇതിൻ്റെ മേലെ റൊട്ടേറ്റ് ചെയ്യും. And next occipital condyle, the skull region articulate with the vertebral column with the help of 2 occipital condyles. Skull region vertebral column connect ചെയ്യുന്നത് 2 occipital condyles കൊണ്ടാണ്. അതുകൊണ്ട് സ്കളിനെ dicondylic skull എന്ന് പറയും. And next one, bicephalic ribs. The ribs have 2 articulation surfaces, so it is bicephalic. നമ്മുടെ റിബ്സ് 2 സർഫസസിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ബൈസെഫാലിക് എന്ന് പറയുക. ദാറ്റ് ഈസ് ഫ്രണ്ട് സൈഡിൽ സ്റ്റേർണോ ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, ബാക്ക് സൈഡിൽ വെർട്ടിബ്രൽ കോളായിട്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ബൈസെഫാലിക് റിബ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ ട്രൂ റിബ്സ്. 1 to 7 പെയർസ് ട്രൂ റിബ്സ് ആണ്. ട്രൂ റിബ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഡോർസലി അറ്റാച്ച്ഡ് ടു തൊറാസിക് വെർട്ടിബ്ര ആൻഡ് വെൻട്രലി അറ്റാച്ച്ഡ് ടു ദ സ്റ്റേർണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹയാലിൻ കാർട്ടിലേജ്. ദാറ്റ് ഈസ് ഡോർസൽ സൈഡിൽ, ബാക്ക് സൈഡിൽ തൊറാസിക് വെർട്ടിബ്രയിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് സൈഡിൽ സ്റ്റേർണത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഹയാലിൻ കാർട്ടിലേജിൻ്റെ ഹെൽപ്പോട് കൂടി. സോ 2 സൈഡിലും അറ്റാച്ച് ചെയ്ത് കാണുന്നതുകൊണ്ടാണ് ട്രൂ റിബ്സ് എന്ന് പറയുക. ആൻഡ് നെക്സ്റ്റ് വൺ ഫാൾസ് റിബ്സ് ഓർ വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ്. ഡു നോട്ട് ഡയറക്ട്ലി ആർട്ടിക്കുലേറ്റ് വിത്ത് ദ സ്റ്റേർണം ബട്ട് ജോയിൻ ദ 7th rib with the help of hyaline cartilage. സ്റ്റേർണോ ആയി ഡയറക്റ്റായി അറ്റാച്ച് ചെയ്തിട്ടില്ല, 7th റിബിൻ്റെ കൂടെ ചേർന്നാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഫാൾസ് റിബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് വിത്ത് സ്റ്റേർണം. ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിബ്രൽ കോളത്തിലേക്ക് മാത്രമാണ് അറ്റാച്ച്മെൻറ്റ്, സ്റ്റേർണവുമായി നോ അറ്റാച്ച്മെൻറ്റ്. ഓക്കെ,
നെക്സ്റ്റ് അപ്പെൻഡിക്കുലാർ സ്കെലറ്റൻ്റെ പാർട്സ് നോക്കാം. ഫസ്റ്റ് വൺ റൈറ്റ് പെക്ടറൽ ഗേർഡിൽ ഒരു ബോണാണ്. ഏതാണ് ആ ബോണ്? ക്ലാവിക്കൽ ആൻഡ് സ്കാപ്പുല എന്ന് പറയുന്നത് ഒറ്റ ബോണിൻ്റെ ഭാഗമാണ്. ആൻഡ് റൈറ്റ് ഫോർ ലിം 30 ബോൺസ് ആർ ദെയർ. ഹ്യൂമറസ് 1, റേഡിയസ് ആൻഡ് അൾന 1 + 1 2, കാർപ്പൽസ് 8 എണ്ണം, മെറ്റാകാർപ്പൽസ് 5 ആൻഡ് ഫലഞ്ചസ് 14. സോ ടോട്ടൽ റൈറ്റ് ഫോർ ലിംബിൽ 30, ലെഫ്റ്റ് ഫോർ ലിംബിലും 30. സോ ടോട്ടൽ 60 ബോൺസ്. നമ്മുടെ കയ്യിൽ കാണുന്നത് 30 + 30 60 ബോൺസ് ആണ്. റൈറ്റ് പെക്ടറൽ ഗേർഡിൽ 1, ലെഫ്റ്റ് പെക്ടറൽ ഗേർഡിൽ 1. സോ പെക്ടറൽ ഗേർഡിൽ ബോൺസ് എന്ന് പറയുന്നത് 2. ആൻഡ് നെക്സ്റ്റ് വൺ റൈറ്റ് പെൽവിക് ഗേർഡിൽ 2 ബോൺസ്, ഇലിയം ആൻഡ് പ്യൂബിസ് ആൻഡ് ഇഷ്യം. ഇലിയം ആൻഡ് പ്യൂബിസ് കൂടി ഒരു ബോണാണ്, ഇഷ്യം 1. സോ റൈറ്റ് സൈഡിൽ പെൽവിക് ഗേർഡിൽ ഹാസ് 2 ബോൺസ്, ലെഫ്റ്റ് സൈഡിൽ 2. സോ 2 × 2 4 ബോൺസ് ആർ ദെയർ. ആൻഡ് റൈറ്റ് ഹൈൻഡ് ലിംബ് ബോൺസ് 30 ആണ്. ഫിമർ 1, പെറ്റല്ല 1, ടിബിയ ഫിബുല 1 + 1 2, ടാർസൽസ് 7, മെറ്റാടാർസൽസ് 5, ഫാലഞ്ചസ് 14. സോ റൈറ്റ് ഹൈൻഡ് ലിംബ് ബോൺസ് എന്ന് പറയുന്നത് കാലിൽ കാണുന്ന ബോൺസ് 30 ആണ്. ലെഫ്റ്റിൽ കൂടി ആയാൽ 30 + 30 ടോട്ടൽ 60 ആണ്. ദാറ്റ് ഈസ് അപ്പെൻഡിക്കുലാർ സ്കെലട്ടൺ ഹാസ് 126 ബോൺസ്. 4 ലിംസിൽ 30 × 2 60. ഏതൊക്കെയാണ് 4 ലിംസിൽ കാണുന്ന ബോൺസ്? കയ്യിൽ കാണുന്ന ബോൺസ് ഏതൊക്കെയാണ്? ഹ്യൂമറസ് മീൻസ് അപ്പർ ആം, റേഡിയസ് ആൻഡ് അൾന ലോവർ ആം. ഹ്യൂമറസിൽ ഒരു ബോണ്ടാണ്, റേഡിയസ് ആൻഡ് അൾന 2 ബോൺസ് ആണ്. കാർപ്പൽസ് റിസ്റ്റിൽ കാണുന്ന ബോൺസ് ആണ് കാർപ്പൽസ് 8 എണ്ണം. പാമിൽ കാണുന്ന ബോൺസ് ആണ് മെറ്റാകാർപ്പൽസ് 5 ആൻഡ് ഫിംഗർ ബോൺസ് ആണ് ഫലഞ്ചസ് 14. പെക്ടറൽ ഗേർഡിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൂട്ടിയാൽ 2 ബോൺസ്. ക്ലാവിക്കൽ എന്ന് പറയുന്ന കോളർ ബോൺ ആണ്. സ്കാപ്പുല ഷോൾഡർ ബ്ലേഡ്. ഓക്കെ. ഹൈൻഡ് ലിം 30 × 2 60 ബോൺസ് ആണ് ടോട്ടൽ. ഫിമർ ഓർ തൈ ബോൺ, തൈസിൽ കാണുന്ന ബോണാണ് ഫിമർ 1 ഇൻ നമ്പർ. ടിബിയ ആൻഡ് ഫിബുല ലോവർ ലെഗിൽ കാണുന്ന ബോണാണ് ടിബിയ ആൻഡ് ഫിബുല 2 എണ്ണം. പെറ്റല്ല നീ ക്യാപ്പ് മുട്ടാണ് പെറ്റല്ല, മുട്ടിൽ കാണുന്ന ബോണാണ് പെറ്റല്ല 1. ടാർസൽസ് ഓർ ആങ്കിൾ ആണ് 7. മെറ്റാടാർസൽസ് ഫൂട്ടിൽ കാണുന്ന ബോൺസ് 5 ഇൻ നമ്പർ. ടോ ആണ്, ടോയിൽ കാണുന്ന ബോൺസ് ആണ് ഫലഞ്ചസ് 14. ആൻഡ് പെൽവിക് ഗേർഡിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൂടിയാൽ 2 × 2 4, ഇലിയം ആൻഡ് പ്യൂബിസ് 1, ഇഷിയം 1. സോ ടോട്ടൽ 126 ബോൺസ് ഇൻ അപ്പെൻഡിക്കുലാർ skeleton. And next one acromion, the structure seen in scapula which articulate with the clavicle. സ്കാപ്പുലയിൽ കാണുന്ന സ്ട്രക്ചറാണ് ആക്രോമിയൻ. അത് ക്ലാവിക്കലുമായി കണക്ട് ചെയ്തിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് സീൻ ഇൻ സ്കാപ്പുല വിച്ച് കണക്ട് വിത്ത് ദ ക്ലാവിക്കൽ. അസിറ്റാബിൾ എന്ന് പറയുന്നത് ക്യാവിറ്റി ബിറ്റ്വീൻ ഫിമർ ആൻഡ് പെൽവിക് ഗേർഡിൽ. ഫിമർ എന്ന് പറഞ്ഞാൽ തൈബോൺ പെൽവിക് ഗേർഡിലായി അറ്റാച്ച് ചെയ്യുന്ന പ്ലേസിൽ കാണുന്ന ക്യാവിറ്റിയാണ് അസിറ്റാബുലം. ഗ്ലിനോയിഡ് ക്യാവിറ്റി ബിറ്റ്വീൻ ഹ്യൂമറസ് ആൻഡ് പെക്ടറൽ ഗേർഡിൽ. ഹ്യൂമറസ് എന്ന് പറയുന്നത് ആംബോൺസ് ആണ്. ഹ്യൂമറസ് പെക്ടറൽ ഗേർഡിലായി കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് കാണുന്ന ക്യാവിറ്റിയാണ് glenoid cavity. And next one joints, the place of articulation between 2 or more bones or a bone and cartilage. 2 ബോൺസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് കാണുന്ന സ്ട്രക്ചറാണ് ജോയിൻറ്റ്. അല്ലെങ്കിൽ ഒരു ബോണും ഒരു കാർട്ടിലേജും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് കാണുന്നതാണ് ജോയിൻറ്റ്. സോ ദർ ആർ 3 types of joints: fibrous, cartilaginous and synovial joint. ഫൈബ്രസ് എന്ന് പറയുന്നത് ഇമ്മൂവബിൾ ജോയിൻസ് ആണ്. ഫോർ എക്സാമ്പിൾ സ്കൾ. കാർട്ടിലേജിനസ് ജോയിൻറ്റ് മീൻസ് സ്ലൈറ്റ്ലി മൂവബിൾ ജോയിൻ്റ് ആണ്, കുറച്ച് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇൻ വെർട്ടിബ്രൽ കോളം, അതുകൊണ്ടാണ് നമുക്ക് പകുതി വരെ ബെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. സൈനോവിയൽ ജോയിൻറ്റ് മീൻസ് മൂവബിൾ ജോയിൻറ്റ്, ഫ്രീലി മൂവബിൾ ജോയിൻറ്റ്സ് ആണ് സൈനോവിയൽ ജോയിൻറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ കൈമുട്ടിലൊക്കെ കാണുന്നത് സിനോവിയൽ ജോയിൻറ്റ്സ് ആണ്, അതുകൊണ്ട് നമുക്ക് കൈ മൂവ് ചെയ്യാൻ സാധിക്കും. കാൽമുട്ടിലൊക്കെ കാണുന്നത് സിനോവിയൽ ജോയിൻറ്റ്സ് ആണ്. സോ വി ആർ ഏബിൾ ടു മൂവ് ദോസ് ഓർഗൻസ്. ടൈപ്സ് ഓഫ് സിനോവിയൽ ജോയിൻറ്റ്. Synovial joints in different types. First one, ball and socket joint between humerus and pectoral girdle. Humerus and pectoral girdle ne connect ചെയ്യുന്നതാണ് ball and socket joint. So ആ skeleton figure ഓർമ്മ വേണം. ഓക്കെ. hinge joint, knee joint, kneeയിൽ കാണുന്ന ജോയിൻ്റ് ആണ് hinge joint. pivot joint between atlas and axis. atlas എന്താണ്? ഫസ്റ്റ് vertebra, axis second vertebra. അതിനിടയിലായി കാണുന്ന ജോയിൻ്റ് ആണ് pivot joint. ഗ്ലൈഡിംഗ് ജോയിൻറ്റ് മീൻസ് കാർപ്പൽസ് മീൻസ് റിസ്റ്റ് ആണല്ലേ, റിസ്റ്റിൻ്റെ ഇടയിലായി കാണുന്ന ജോയിൻറ്റ്സ് ആണ് ഗ്ലൈഡിംഗ് ജോയിൻറ്റ്സ്. ആൻഡ് സാഡിൽ ജോയിൻറ്റ് മീൻസ് ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ. കാർപ്പലിൻ്റെയും മെറ്റാകാർപ്പലിൻ്റെയും ഇടയിലായി കാണുന്ന ജോയിൻ്റ് ആണ് സാഡിൽ ജോയിൻറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഡിസോർഡേഴ്സ്. ഫസ്റ്റ് വൺ മയാസ്തീനിയ ഗ്രാവിസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ബോഡി ഓർഗൻസിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യും. സോ സച്ച് ടൈപ്പ് ഓഫ് ഡിസീസ് ഇസ് മയാസ്തീനിയ ഗ്രാവിസ്. affect neuromuscular junction and lead to fatigue and paralysis.
സോ ഈ ഒരു ഡിസീസ് എഫക്റ്റ് ചെയ്യുന്നത് ന്യൂറോമസ്കുലാർ ജംഗ്ഷനാണ്. ന്യൂറോൺസിൻ്റെയും മസിൽസിൻ്റെ ഇടയിലുള്ള ജംഗ്ഷനാണ് ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ. ആൻഡ് ഫാറ്റിഗ് വരാം, പാരാലിസിസ് വരാം. പാരാലിസിസ് മീൻസ് വാട്ട്? തളർവാദം. ഓക്കെ. ആൻഡ് സെക്കൻഡ് വൺ മസ്കുലാർ ഡിസ്ട്രോഫി, ജനറ്റിക് ഡിസോർഡർ ആണ്. പാരമ്പര്യമായി കിട്ടുന്ന ഡിസോർഡർ ഡീജനറേഷൻ ഓഫ് സ്കെലറ്റൽ മസിൽ. സ്കെലറ്റൽ മസിൽ ഡീജനറേറ്റ് ചെയ്ത് പോകും, നശിച്ചു പോകും. അതാണ് ഈ ഡിസീസിൻ്റെ ഒരു സിംറ്റം. ടെറ്റണി ബിക്കോസ് ഓഫ് ലോ കാൽഷ്യം. ലോ കാൽഷ്യം വന്നാൽ വരുന്ന ഡിസീസാണ് ടെറ്റണി. ലീഡ് ടു റാപ്പിഡ് കോൺട്രാക്ഷൻ ഇൻ മസിൽ. മസിൽസ് ഫാസ്റ്റായി കോൺട്രാക്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ സിംറ്റം. കണ്ടിന്യൂസ് ആയി ഫാസ്റ്റായും കോൺട്രാക്ട് ചെയ്യും. നെക്സ്റ്റ് വൺ ആർത്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻസ്. ജോയിൻസിൽ വരുന്ന ഇൻഫ്ലമേഷനാണ് ആർത്രൈറ്റിസ്. ഓസ്റ്റിയോപോറോസിസ് ബിക്കോസ് ഓഫ് ലോ ഇസ്ട്രജൻ. ലോ ഇസ്ട്രജൻ ലെവൽ ഉണ്ടായാൽ വരുന്ന ഡിസീസാണ് ഓസ്റ്റിയോപോറോസിസ്. ഏജ് റിലേറ്റഡ് ഡിസീസാണ്. ഡിക്രീസ്ഡ് ബോൺ മാസ് ഡിക്രീസ് ചെയ്യും. ഗൗട്ട് എന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്. യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് അക്യുമുലേറ്റ് ചെയ്യും. അത് കാരണം ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻസ് വരാം. സോ ദീസ് ആർ ദ ഡിസോർഡേഴ്സ്. സോ ഈ ചാപ്റ്ററിൻ്റെ റിവിഷൻ കംപ്ലീറ്റ് ചെയ്തു. യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ യു, പ്ലീസ് comment below. Okay.